നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ഹൃദയം നിറഞ്ഞ ആശംസ. ആദ്യമായി ആര്യാടൻ ഷൗക്കത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളു. അതിനു മുൻപായിട്ട് കമുകറ പുരുഷോത്തം എന്ന സിനിമ ഗായകൻ്റെ 30ാമത് ചരമ വാർഷിക ദിനമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നു. ഇടോ ബഷീർ, ഞാൻ ഇടവിൽ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടോ ബഷീർ എൻ്റെ ഒരു സ്നേഹിതനാണ്. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ അനുജൻ VK റാം എന്ന ഒരു പുലയ യുവാവ്, അദ്ദേഹം രാഷ്ട്രീയ ജനതാദളിൽ ഞാൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇടവ ബഷീർ മതം മാറി മുസ്ലിമായി സിംഗപ്പൂരിലും മലേഷ്യയിലും പോയി കുറേ പൈസയൊക്കെ ഉണ്ടെങ്കിൽ കുറേ വിദേശ ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ചു. അന്ന് മോസ്റ്റ് മോഡേൺ ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒറ്റ ആഗ്രഹം പാടിക്കൊണ്ടിരിക്കുക, സ്റ്റേജിൽ വീണ് മരിക്കണം എന്നായിരുന്നു. അള്ളാഹുവിനെ അനുഗ്രഹത്താൽ അതുപോലെ പാടിക്കൊണ്ടിരിക്കൽ, മുഹമ്മദ് റാഫിയുടെ പാട്ട് പാടിക്കൊണ്ടിരിക്കൽ വീട് മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി വന്നതും അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സുഖസുന്ദരമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് കഥയിലേക്ക് കിടക്കാം, വിഷയത്തിലേക്ക് കിടക്കാം. എടോ അൻവറെ, നീ ആരെന്ന ധാരണ? നീ ആരാണ് കേരള രാഷ്ട്രീയത്തിൽ? നീ ആരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? തെറ്റൊരു കുറ്റമല്ല, അറിവില്ലായ്മ തെറ്റുമല്ല. പക്ഷേ ധിക്കാരമായ പ്രവൃത്തി മണ്ടത്തിലും കാണിക്കുമ്പോഴേ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. എനിക്ക് നീന്ന് വിളിക്കുക, പ്രായം കൊണ്ട് നീ എന്നെക്കുറിച്ച് അതാണ്. എന്താ വിചാരിക്കുന്നത്? കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന UDF, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് അലയൻസ് ഫ്രണ്ട്, UDF, ആ UDFന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു നിലമ്പൂർ മാത്രം നോക്കിയാൽ പോരാ. മണ്ട ശിരോമണി, ഞാൻ മണ്ടെന്ന് വീണ്ടും പറഞ്ഞല്ലോ. വൃത്തിയോടും മണ്ടത്തോടും പറയുമ്പോൾ ഈ സമുദായത്തിൽ ഒരു മോശമാണത്. എടോ, UDF കേരളം മൊത്തം നോക്കണം. ഇന്ത്യ രാഷ്ട്രീയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുഴുവൻ നോക്കണം. അല്ല ഒരു നിലമ്പൂർ മാത്രം നോക്കിയാൽ പോരാ. നീ എന്ന് പറയുന്നതോ നിന്റെ ഇന്നത്തെ ഞാൻ ജോയിക്ക് വേണ്ടി വായിച്ചല്ല, ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. എടോ മണ്ട ശിരോമണി, വയനാട് മണ്ഡലത്തിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഇല്ല, നീ പരിഭവിക്കുന്നുണ്ട്. എടോ ഒരു 50ഓളം സീറ്റ് മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം. UDF ഞങ്ങൾ നിരന്തരമായ സമ്മതത്തിൻ്റെയും വിശദീകരണത്തിൻ്റെയും അഭ്യർത്ഥനയൊക്കെ മാനിച്ച് UDF വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെ തീരുമാനിക്കുക. നിനക്ക് സങ്കടം വയനാട്ടിൽ ജോയിക്ക് പറഞ്ഞ് കിട്ടാപ്പോൾ വയനാട്ടിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണം. എടാ മണ്ട് ശിരോമണി, ഞാൻ പറഞ്ഞേ, ഞാൻ വീണ്ടും പറഞ്ഞു, UDFനെ സംബന്ധിച്ച് കേരളം മൊത്തം ശ്രദ്ധിക്കണം. ഒരു നിലമ്പൂർ മാത്രം പോരാ. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കണം. നിന്റെ ഈ വാക്കത്ത് ഒരു നിലമ്പൂർ, നിനക്ക് നിലമ്പൂരിൽ ജോയി ഏൽപ്പിക്കണം. മുസ്ലിമായി ഒരാൾ വരരുത്, നിന്റെ മുകളിൽ നിന്റെ ഒപ്പം ഒരാൾ വരരുത്. അതൊക്കെ വേഷകട് കയ്യിലിരിക്കട്ടെ. ഞങ്ങൾ പറയുകയാണെങ്കിലോ അൻവറിനെ പുറത്ത് കിടന്നോണേ. അൻവർ ഇല്ലെങ്കിൽ UDF ജയിക്കും, ഒരു സംശയക്കാര്യത്തില്ല. അൻവറിന്റെ മഹത്വങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തെ അൻവർ മത്സരിച്ചപ്പോൾ 16,000 വോട്ട് പൂരം ജയിച്ചാണ്. അതേ മണ്ഡലം 5 വർഷം കഴിയുമ്പോൾ 2,000 വോട്ടായി. എന്നിട്ട് പ്രദീപ് എന്ന ഒരു ഹിന്ദു സ്ഥാനാർത്ഥി നിർത്തിയിട്ട് അവിടെ ഷൗക്കത്തായതെങ്കിൽ ഈ പറഞ്ഞ അൻവർ തോറ്റു തൊപ്പിയിട്ട് പോനെ. അവിടെയാണ് UDFന്റെ ചില വീഴ്ചയും ചില ദുഷ്ടത്തരവും. UDFന്റെ ചില നേതാക്കളുടെ ഞാൻ 2 ഉദാഹരണം പറയാം, മാക്കൊന്നും പറയില്ല. നിലമ്പൂരിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ പ്രദീപൻ നിർത്തിയ സ്ഥാനത്ത് ഷൗക്കത്ത് നിർത്തിയെങ്കിൽ ഈസിയായിട്ട് ഷൗക്കത്ത് ജയിക്കുമായിരുന്നു. കാരണം 42-50% വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ ആവതിൽ ഒരു സമുദായത്തെ ഒരാളെ നിർത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ എവരെ കൊണ്ടിവിടെ അൻവറെ ഈ 50 സ്ഥാനത്ത് നിർത്തുക?
പ്രദീപ് നിന്നിട്ട് കൊണ്ടാണ് ഈ 2000 വോട്ട് മാത്രം അൻവർ ജയിച്ചത്. മറിച്ച് ഷൗക്കത്തായിരുന്നു, മറ്റേ ഷൗക്കത്ത് ജയിക്കുമായിരുന്നു. അത് കോൺഗ്രസ് മനസ്സിലായില്ല. അതിൽ കോൺഗ്രസ് ഒരു കോൺഗ്രസ് ഉണ്ട്, അത് കള്ള കോൺഗ്രസ് ആണ്. UDF എന്നറിയോ? ഷൗക്കത്തിന്റെ കുടുംബത്തെ ഇനി വളർത്താൻ പറ്റില്ല. ഒരിക്കലും ആര്യായിട്ട് വളർത്തി ഇനി ആ കുടുംബത്തെ വളർത്താൻ പാടില്ല. അത് ദുഷ്ടത്തരാണ്. ഞാൻ മക്കൾ പാരമ്പര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും മറ്റെല്ലാ സ്ഥലത്തും ചെയ്യുമ്പോൾ ഇവിടെ ഭാഗത്ത് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അൻവർ മനസ്സിലാക്കണം, അവിടെ ഷൗക്കത്ത് ജയിച്ചു വന്നാൽ പാർട്ടിക്കൊരു ബാധ്യമാവില്ല. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു, എറണാകുളത്ത് മത്സരിച്ച് ജയിക്കുന്ന IB ഈഡൻ, ജോർജ് ഈഡൻ്റെ മകൻ IB ഈഡൻ ഒരിക്കലും പാർട്ടിക്ക് തലവരും ബാധ്യമാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അതൊരു ഗ്യാരണ്ടിയാണ്. കാരണം അതിൻ്റെ സെറ്റപ്പ് അതാണ്. പക്ഷെ ആര്യയുടെ കോൺഗ്രസ് ബാധ്യമാവും, ഈ അൻവർ കോൺഗ്രസ് ബാധ്യമാവും, അല്ലെങ്കിൽ UDF ബാധ്യമാവും. നിങ്ങൾ നോക്കിയോ? പക്ഷെ ഷൗക്കത്ത് ജയിച്ചു വന്നാൽ കോൺഗ്രസ് ബാധ്യതയാവില്ല. കാരണം അതിലുള്ള ഒരു യുക്തിയോ അല്ലെങ്കിൽ വലിയ ഒരു കുതന്ത്രമൊന്നും അറിയില്ല. കുതന്ത്രം അറിയാമെങ്കിൽ മലപ്പുറം പോലെയുള്ള ജില്ലയിൽ നിന്ന് വരുന്ന ആര്യാടൻ ഷൗക്കത്ത് പാടമൊന്നൊരു വിലാപം എന്ന് മുസ്ലിങ്ങൾക്ക് പൊതുവെ ഇഷ്ടക്കുറവ് വരുന്ന ഒരു സിനിമ പിടിക്കുമോ? അപ്പോൾ അത്ര ശാന്തനും മണ്ടനുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പാർട്ടിക്ക് ബാധ്യമാവില്ല. ഞാൻ മറ്റൊരു താരം പറയും, കളമശ്ശേരി ഈ UDFന്റെ വീഴ്ചയുടെ സൂചന. അല്ലെങ്കിൽ കഴിഞ്ഞ അസംബ്ലികളിൽ ഇത്ര സീറ്റ് പുറകെ പോകണ്ട, നിലമ്പൂർ ഈസ്റ്റായിട്ട് കിട്ടുമായിരുന്നു, കളമശ്ശേരി കിട്ടുമായിരുന്നു. എന്താണ് കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞ് നിർത്താൻ പറ്റിയില്ല. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ നിർത്തിയപ്പോൾ അത് മനസ്സിലാക്കി കോൺഗ്രസ് കുഞ്ഞാക്കയോട് പറയട്ടെ, അവിടെ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾ വേറെ സ്ഥാനാർത്ഥി വയ്ക്കുക, ലീഗിൽ തന്നെ വേറെ ആൾ വയ്ക്കുക, ജയിക്കില്ലായിരുന്നോ? എന്നിട്ട് പോലും കോൺഗ്രസ് അവിടെ ഒരു 7000 വോട്ട് രാജീവിന് കൊടുത്ത്, പകരം ഒരു 6000 വോട്ട് നമ്മുടെ പാലായിരത്തുള്ള PT എബ്രാഹത്തിന് മരിച്ചാളുണ്ടല്ലോ നമ്മുടെ എന്താണ് എബ്രാഹിം അല്ലല്ലോ പോലീസ്, അദ്ദേഹത്തിന് കൊടുത്ത് PT തോമസ് കൊടുത്ത്. അതെന്താണ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് എനി കോസ്റ്റ് എന്ത് വില കൊടുത്തും രാജു ജയിപ്പിക്കാന്ന് പിണറായി സർക്കാരിൻ്റെ LDF രാജുവിൻ്റെ ഒക്കെ വലിയൊരു മോഹമായിരുന്നു, എന്ത് വില കൊടുത്തും. അങ്ങനെയാണ് നിസ്സാരക്കാരനായ അല്ലെങ്കിൽ അപ്രസക്തനായ കേവലം ഒരു സ്റ്റെതോസ്കോപ്പ് തന്നെ കൊണ്ട് നിർത്തിയത്. അവിടെ വോട്ട് കച്ചവടം നടന്നത്. അവിടെ എന്ത് ചെയ്ത്, അവിടെ PT തോമസ് 6000 വോട്ട് കൊടുത്ത് 7000 വോട്ട് കോൺഗ്രസിൽ നിന്ന് രാജീവിന് കൊടുത്ത്. അങ്ങനെ രാജീവ് ജയിച്ചു മന്ത്രി അതൊക്കെ. അതല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞ്, എനിക്ക് ഇബ്രാഹിം കുഞ്ഞ് ജൂനിയറാണ് എൻ്റെ, കാരണം എനിക്ക് ഇബ്രാഹിം കുഞ്ഞ് പേര് വിളിക്കാം. ഇബ്രാഹിം കുഞ്ഞ് നിങ്ങളെക്കാൾ തെറ്റിയത് എത്രയോ ആൾക്കാർ കേരള രാഷ്ട്രീയത്തിലുണ്ട്. പാലാരിവട്ടം പാലത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് തിരുത്തി പറയാനുള്ള കഴിവ് UDF ഉണ്ടായില്ല, UDF ശ്രദ്ധിച്ചില്ല. അത് കുഞ്ഞാക്കാക്ക് ഉണ്ടായില്ല, ഇബ്രാഹിം ഉണ്ടായില്ല. നിങ്ങൾ ചെയ്ത പാലത്തെക്കുറിച്ച് അത് ചെറിയ മിസ്റ്റേക്കാണ്, അത് ഗ്രമറ്റിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയും, അത് ടെക്നിക്കൽ ഡിഫക്റ്റാണ്. അത് നിങ്ങളുടെ കുറ്റമല്ല, മന്ത്രി കുറ്റമല്ല. എന്നാൽ നിങ്ങൾ ബലിയാടാക്കി. കാരണം നിങ്ങൾ നിന്നാൽ അവിടെ നിങ്ങൾ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ പേരിൽ മാത്രമല്ല, മറ്റേത് UDF സ്ഥാനാർത്ഥിയായിട്ട് ഇബ്രാഹിം നിന്നാലും ആ ഇബ്രാഹിം തോൽപ്പിക്കാൻ കളമശ്ശേരി മണ്ഡലത്തിൽ സാധിക്കില്ല CPM. അപ്പോൾ എന്ത് ഇബ്രാഹിമിനെ മാറ്റുക എന്നത് അവരുടെ അജണ്ടയായിരുന്നു. അതിനുവേണ്ടി ഗൂഢാലോചന നടത്തി, വലിയ ഗൂഢാലോചന നടത്തി. അങ്ങനെയാണ് ഇബ്രാഹിമിനെ മാറ്റേണ്ടതെന്ന് മകൻ നിർത്തിയതും. അത് മണ്ടനായി ഇബ്രാഹിം കുഞ്ഞ് അവിടെ കൊണ്ട് അത്രയും പ്രശ്നമുള്ളപ്പോഴേ നിർത്താവോ അങ്ങനെ സീറ്റുകളിൽ. അങ്ങനെ ഏതായാലും ഒരു 10-30 സീറ്റ് കോൺഗ്രസിൻ്റെ കഴിവുകേടുകൊണ്ട് UDFന്റെ കഴിവുകേടുകൊണ്ട് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കളഞ്ഞിട്ട് ഞാൻ ലിസ്റ്റ് തരാം. നിങ്ങൾ സൗകര്യമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ലിസ്റ്റ് എല്ലാം ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ UDF ഇനിയെങ്കിലും പഠിക്കണം. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ തെളിവാണ് ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പാഠം പഠിച്ചു വരുന്നു. അവർ ആത്മാർത്ഥമായിട്ട് വിഷയം പഠിക്കുന്നുണ്ട്. ആ കോസ്റ്റ് ഏത് മാർഗത്തിൽ കൂടിയും അടുത്ത പ്രാവശ്യം UDF കേരളത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അത് കരുതി നിൽക്കുന്നുണ്ട്. ആ കരുക്കൾ നീക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞു. എനിക്ക് ഈ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകം ഒരു സ്നേഹവുമില്ല, മറ്റൊരു സമുദായത്തിൽ സ്നേഹക്കുറവുമില്ല. പക്ഷെ നീതി ലഭിക്കണം. വോയിസ് ഓഫ് ജസ്റ്റിസ്, നീതിയുടെ ശബ്ദമാണ്. വോയിസ് ഫോർ വോയിസ്ലെസ്, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടി ആളാണ് ഞാൻ മൊയ്തീൻ. അതാണ് ഏതാണ്ട് ജനസംഖ്യാനുപാതികം വെച്ച് കഴിഞ്ഞാൽ 50ഓളം സീറ്റ് മുസ്ലിം സ്ഥാനാർത്ഥികൾ UDF വേണം.
അതിൽ 3 ലീഗിന് കൊടുക്കാവൂ. ബാക്കി 2 ഭാഗം ലീഗിന് പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. എങ്കിലാണ് വോട്ട് കിട്ടുള്ളൂ, UDF ഭരണം പറ്റുള്ളൂ. എന്നിട്ട് കോൺഗ്രസ് അല്പസ്വല്പമൊക്കെ സൗന്ദര്യപ്പടം കാണിച്ച് കാല് വാരിയാലും വിഷയമല്ല. മറ്റെല്ലാവരും യോജിച്ചെന്നാലും വിഷയമല്ല. N ബ്ലോക്ക് 38% വോട്ടുള്ള വിഭാഗത്തിൻ്റെ N ബ്ലോക്ക് വോട്ട് UDF കിട്ടും. ഇതൊക്കെ കണക്കുകൾ ഉദ്ധരിക്കുകയാണ്. നമ്മൾ കമ്മതി പറയുന്നില്ല, നമ്മൾ അന്ധമായി വിരോധം പറയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്യണമെന്ന്. ഏതായാലും ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി UDFും ഇന്ത്യ നയിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും കാര്യങ്ങൾ, വസ്തുതകൾ വളരെ വ്യക്തമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും മനസ്സിലാകുന്നുണ്ട്, മനസ്സിലാക്കി വരുന്നു. എനിക്കൊരു സംശയം തോന്നി, ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എന്തെങ്കിലും കാരണം ജോയി വയ്ക്കുന്നു. ജോയിയുടെ വെറുപ്പോ ഇഷ്ടക്കുറവല്ല ഈ പറഞ്ഞത്. ജോയിക്ക് വേറെ എത്രയോ സീറ്റിൽ മത്സരിക്കാം. ഈ നിലമ്പൂർ 50% മുസ്ലിങ്ങൾ നിലമ്പൂരിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ 50 സ്ഥാനാർത്ഥി എവിടെ വഹിക്കണോ അൻവറെ? നിങ്ങൾക്ക് ലോകവിവരമുണ്ടോ, രാജ്യവിവരമുണ്ടോ, രാഷ്ട്രീയ വിവരമുണ്ടോ? എങ്ങനെ കുറെ പണം ഉണ്ടായി എന്നല്ലാതെ ആ പണത്തിന്റെ ഗുണ്ടായിസൊന്നും രാഷ്ട്രീയത്തിൽ വിജയിക്കില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ബുദ്ധിമാനായിരുന്നെങ്കിൽ നിങ്ങൾ LDF വിട്ട ഉടനെ എന്ത് ചെയ്യേണ്ടതോ UDF ചേക്കേറി അവിടെ സീറ്റ് ഉറപ്പിക്കേണ്ടിയിരുന്നു. ഇനിയിപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ വന്ന് നിങ്ങൾ കാല് വാരിയാലും നിലമ്പൂരിൽ ആരെയും തോൽക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് എവിടെ പോയി? അപ്പോൾ ഇലക്ഷൻ മുമ്പായിട്ട് നിങ്ങൾ കുത്തിയിരിപ്പുണ്ടാക്കാതെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞാലേക്ക് എപ്പോഴും UDFിൽ ഒതുങ്ങി UDFിൽ നിൽക്ക്. നിങ്ങൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ നിങ്ങളുടെ സീറ്റും കിട്ടും. നിങ്ങൾക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു സാഹചര്യത്തിൽ മന്ത്രിയാകാനും സാധ്യതയുണ്ട്. നിങ്ങൾ അത്യാഭിലാഷമാണല്ലോ. LDFിൽ നിന്ന് കിട്ടൂല, സീറ്റും കിട്ടൂല. നിങ്ങൾ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി UDFിനെ കോൺഗ്രസ് വെറുപ്പിച്ചാൽ നിങ്ങൾ വീടിനടുത്ത് തല കാണൂല. നിങ്ങൾക്ക് ബുദ്ധിയില്ല, സമ്മതിച്ചു. അത് ഞാൻ സമ്മതിച്ചു. രാഷ്ട്രീയ പാരമ്പര്യത്തിലെ അക്ഷര പക്വതയില്ല. എങ്ങനെയോ വളർന്നു വന്നാണ്, പണത്തിൻ്റെ കുഴപ്പമുണ്ട്. കാരണം നിങ്ങൾ ആലോചിക്കും, മിസ്റ്റർ അൻവർ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ അൻവറിന് തന്നെ ഏതായിരുന്നു സാധ്യത പ്രദീപില്ലായിരുന്നെങ്കിൽ ഈ ആര്യാൻ ഷൗക്കത്ത് അലി ബില്ലിൻ്റെ ഏതെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ നിങ്ങൾ തൊപ്പിട്ട് പോയനെ. നിങ്ങൾ 10,000 വോട്ട് തോറ്റുപോയനെ. പക്ഷെ അത് UDFിന് മനസ്സിലായില്ല, ലീഗർക്ക് മനസ്സിലായില്ല. പക്ഷെ അവർ പാഠം പഠിച്ചു വരുന്നുണ്ട്. അതെങ്ങനെ വരുന്നത്? ഞങ്ങളിപ്പോഴുള്ള നിസ്വാർത്ഥരായ, യാതൊരു സ്വാർത്ഥ താല്പര്യമില്ലാത്ത, യാതൊരു വ്യക്തി താല്പര്യമില്ലാത്ത നിഷ്പക്ഷവതികളായ ഗ്രൂപ്പിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെയും പ്രചരണത്തിൻ്റെയും ബോധവൽക്കരണത്തിൻ്റെയും ഒക്കെ ഫലമാണ് കോൺഗ്രസ് ഇന്നിപ്പോൾ കാണിക്കുന്ന ഒരു ബുദ്ധി, യുക്തി. മനസ്സിലായില്ലേ അൻവറെ? അതിന് മുൻപിൽ അൻവർ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അൻവർ കാണുന്നത് എന്താ കാണുന്നത്? ഞായറാഴ്ച അല്ല എന്താണ് പിന്നെ ജോയി അല്ല ഞാനൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിശ്ചയിച്ചത്. എൻ്റെ ക്രിസ്ത്യാനി സ്നേഹം കാണിക്കുന്നത് അങ്ങനെയല്ല അൻവറെ. 50% മുസ്ലിങ്ങൾ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ നിർത്തി ജയിപ്പിച്ചെടുക്കുക അല്ല കഴിവ്. തന്നല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചാൽ ഇത് ചിന്തിക്കാൻ പറ്റുമോ? അൻവറിൻ്റെ കണക്കൂട്ടി തെറ്റിക്കഴിഞ്ഞാൽ അവിടെ തെറ്റും സ്വാഭാവികമായിട്ടും. കാരണം അല്ലെങ്കിൽ തന്നെ UDFിനോട് അറബിക് സർവകലാശാലയിൽ ശ്രമിക്കാത്ത പേരിൽ മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം ഉള്ളുകൊണ്ട് ഇപ്പോഴും ആ വിഷം തീർന്നില്ല. ഇത് ഞങ്ങളിപ്പോഴും നിഷ്പക്ഷവതികൾക്ക് അറിയുള്ളൂ. കൂടെ കിടക്കുന്ന രാപ്പിനെ അറിയുള്ളൂ എന്ന് പറയും പോലെ ഞങ്ങളിപ്പോഴും നിഷ്പക്ഷവതികൾ, ഞങ്ങൾക്ക് കുറിച്ച് അവർക്കൊരു കാര്യം മനസ്സിലായി. മുസ്ലിം സമുദായത്തിൽ മറ്റുള്ളവർക്കും ഈ ഒരു സ്ഥാനമാനം വഹിക്കുന്നവരല്ല, അവർ രാഷ്ട്രീയത്തിൽ ആളാകാനല്ല. രാജ്യം നന്മ ഉണ്ടാകണം, രാജ്യത്ത് പുരോഗതി വേണം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ പിന്നോക്ക സമുദായങ്ങൾക്ക് നിലനിൽപ്പ് വേണം എന്നുള്ള ഇത് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ എളിയ വക്താവാണ് മൊയ്തീൻ ഷാ എന്ന് ധരിച്ചുകൊണ്ട് എല്ലാവരും വളരെ നിഷ്പക്ഷമായിട്ട് ആത്മാർത്ഥമാണ് ഞങ്ങൾ അറിയിക്കാനുള്ള വിവരങ്ങൾ. അതാ ഇത്ര ആധികാരികമായിട്ട് പറയാൻ കാരണം വർഷം 5 കഴിഞ്ഞേ. 5ൻ്റെ ഉദ്ദേശം ഇതാണ്. UDFിന് അല്ലെങ്കിൽ പിന്നെ ഈ സംഘപരിവാറിൻ്റെ അപാകതകളിൽ പാലക്കാട് കേരളത്തിൽ ഏക മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് ഭരിക്കുന്ന BJP. അവിടെ കാണിക്കുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണെന്നറിയാലോ? അവിടെ ശ്മശാനം മരിച്ചുപോയ അവിടെ പോലും ജാതി പറയുന്നു. ആദ്യം ബ്രാഹ്മണന് കൊടുത്ത്, ഇപ്പം നായർക്ക് കൊടുത്ത്, നായർ 10 ചോദിച്ചിട്ട് 20 കൊടുത്ത്, പിന്നെ ഇനിയിപ്പോൾ ഈഴവരും വിശ്വകർമ്മ ചോദിക്കാണ്. അങ്ങനെ കൊടുത്തത് പഴയ ചാതുവർണ്യം മാത്രമല്ല, അഷ്ടവർണ്ണം. ചാതുവർണ്ണയ്ക്ക് താഴെ വർക്കണല്ലോ ചാണ്ടാലന്മാർ. അങ്ങനെ അഷ്ടവർണ്ണം വേണമെന്നുള്ളതാണ്. അപ്പൊ എന്താണ് ധരിക്കുന്നത്? അത്രക്കിട്ട് അതമ്പതിച്ചു പോകാണ് രാജ്യത്തിനത്. അത് കൂട്ടി നിൽക്കാൻ പറ്റുമോ? അത് കൂട്ടി നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ കുറച്ചുകൂടി ദീർഘമായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ക്രിസ്സംഖ്യയും മറ്റൊരു സപ്പോർട്ട് ഒരു പാർട്ടി രൂപീകരിക്കാൻ നോക്കിയല്ലോ കോട്ടയത്ത്.
ഫാർമേഴ്സ്, കേരള ഫാർമേഴ്സ് ഫ്രണ്ട് ഫാർമേഴ്സ് ഇതൊരു പേരുണ്ടാക്കി അവർ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്ന ഉദ്ഘാടനം വന്ന പിന്നെ പിതാവൊന്നുമില്ല, ഏറ്റവും ജോർജ് തോമസ് ഉണ്ട്, അദ്ദേഹം ഏറ്റില്ല. കാരണം അവർക്ക് അപകടം മനസ്സിലായി. അത് ഇപ്പം നമ്മൾ LDF-നോട് UDF-നോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി രൂപീകരിച്ചൊരു പാർട്ടി BDJs, അവർ നിങ്ങൾ LDF-ലൊക്കെ UDF-ലൊക്കെ എടുക്കണം. ഒരു മന്ത്രിയാകട്ടെ, എന്നൊരു വെള്ളാപ്പള്ളി മകൻ മന്ത്രി, എന്താ കുഴപ്പം? അതിനൊക്കെ 2 പേര് ഇവിടെ മന്ത്രിയായിട്ടില്ലേ? എന്താ വെള്ളാപ്പള്ളി മകന് മന്ത്രിയായാലും എന്താ കുഴപ്പം? അപ്പോൾ ഈ വിഭാഗത്തിൽ ആദ്യത്തെ കുറവ് നിങ്ങൾ അത് UDF-ൽ ക്ഷണിക്കുവരെ വരും. വരും, നിങ്ങൾക്കൊരു മന്ത്രി സ്ഥാനം കൊടുക്കാൻ തുടങ്ങി. അത് നിങ്ങൾ ചെയ്യണ്ടേ? അതുപോലെ എല്ലാ കൊച്ചു പാർട്ടികളെയും ഒരു പാർട്ടി ഉപേക്ഷിക്കരുത്. 10 വോട്ടുള്ള പാർട്ടിയാണെങ്കിലും കൊച്ചു പാർട്ടി നിങ്ങൾ കൂടെ നിർത്തണം. സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് പിന്നീട്. അങ്ങനെ ആരെയും ഉപേക്ഷിക്കരുത്. മാണിക്കോണിക്ക് തിരിച്ചു കൊണ്ടുവരണം. കുഞ്ഞുമോനോട് 4 പ്രാവശ്യം ജയിച്ചിട്ട് കുഞ്ഞുമോന് മന്ത്രിസ്ഥാനം LDF കൊടുത്തില്ല, ദളിതനായതുകൊണ്ട്. ആ കുഞ്ഞുമോനെ നിങ്ങൾ കൂടെ കൊണ്ടുവരണം. അങ്ങനെ ഓരോരുത്തരെയും അതെന്താ മടിയാണ്? ഇനി നിങ്ങൾ അൻവറിൻ്റെ പുറകെ പോകരുത്, നിങ്ങൾ വില കളയരുത്. അൻവറിന് രാഷ്ട്രീയ പക്വതയോ പാകതയോ പ്രായോഗിക ബുദ്ധിയോ ഇല്ലെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാനുള്ള കഴിവ് UDF നേതാക്കൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് അവിടെ പറ്റും. അൻവർ ഇല്ല. അൻവർ കാണാൻ നിലമ്പൂർ മാത്രമേ ഉള്ളൂ. അൻവറിൻ്റെ ഒറ്റ ലക്ഷ്യം അൻവർ പുള്ളിത്തട ആകുന്നില്ല, പകരം ഷൗക്കത്ത് വരരുത്. വേറെ ആരും വന്നാലും പുള്ളി കുഴപ്പമില്ല. അതൊരു ദുഷ്ടലാക്കാണ്. അതൊരു മാന്യമായ രീതിയോ അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധിയുള്ളതല്ല. അത് മാറ്റിവെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാം. നിലമ്പൂരിൻ്റെ ആ സ്റ്റാർട്ടിങ് തുടങ്ങട്ടെ. നിലമ്പൂരിൽ ഒരു 10-15,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ പിന്നെ ആര്യയുടെ ഷൗക്കത്തെ ജയിപ്പിച്ചെടുക്ക്. അപ്പോൾ ഒരു വെടിക്ക് 10 പക്ഷിയാലാവും. എന്നിട്ട് അൻവറോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി UDF-ൽ കൂടെ നിർത്ത്. അദ്ദേഹത്തെ വിട്ടുകളയുണ്ട, അദ്ദേഹം മണ്ടനാണ്, അതൊരു കുഴപ്പമില്ല, പറഞ്ഞ് മനസ്സിലാവും. അത് നിർത്ത്. അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ കാര്യങ്ങൾ വളരെ നല്ലതാണ്. പക്ഷേ രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ നമ്മൾ അകലത്തിൽ ചിന്തിക്കണം. കൂടുതൽ മക്കളുള്ള കുഞ്ഞ് തള്ളക്കോഴി അകലത്തിൽ ചികഴും എന്ന് പറയും പോലെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ മുന്നണിയൊക്കെ നയിക്കുമ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ട് ദീർഘമായിട്ട് ചിന്തിക്കണം. ഞാൻ ഒരിക്കൽ വെറുതെ പറഞ്ഞില്ല, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 30ഓളം സീറ്റ് കോൺഗ്രസ് ജയിക്കാമായിരുന്നു. 30 സീറ്റ് ജയിച്ചതെങ്കിൽ 41, 30, 71 നിങ്ങൾക്ക് ഭരണം നടത്തായിരുന്നു. അവിടെ നിങ്ങളിൽ തന്നെ ചിലർക്ക് ദുഷ്ടത വിചാരിച്ച് ഞാനില്ലെങ്കിൽ അവനില്ലെങ്കിൽ ഞാനില്ല, അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ അങ്ങ് ചിന്തിക്കില്ല. ഇനി നിങ്ങൾക്ക് അവസരമില്ല. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇടുക്കിയിലെ DCC സെക്രട്ടറി പോലെ BJP പോകാനേ വഴിയുള്ളൂ. ഈ എല്ലാം കൂടി BJP പോയിട്ട് നിങ്ങൾക്ക് എവിടെ സ്ഥാനം കിട്ടുമ്പോൾ പോയാൽ മതിയോ? ജയിച്ചെടുക്കണ്ടേ? അങ്ങനെ ഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഒന്നാവിടെ. അപ്പോൾ ലീഗ് BJP അനുഭാവികൾ കമ്മ്യൂണിസ്റ്റ് അങ്ങോട്ട് പോകും, BJP അനുകൂലമായ കോൺഗ്രസ്, ബാക്കിയുണ്ട് ഇവിടെ നല്ല ശതമാനം അവരൊന്നാവും. അങ്ങനെ മുട്ടിപ്പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഒന്നാവും. അപ്പോൾ നിങ്ങൾ ധരിക്കുന്ന അത്ര ഈസിയായിട്ട് BJPക്ക് കേരളത്തിൽ ഭരണത്തിലെത്താൻ പറ്റില്ല. ഇമ്പോസിബിൾ. അറ്റ്ലീസ്റ്റ് 10-20 വർഷത്തേക്കെങ്കിലും. ഇപ്പോൾ ഈ BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റവും ശേഷമായിട്ടല്ലോ, അവിടുന്ന് ചോദിച്ചാൽ ആൾക്കാർ വരുന്നുണ്ട്, നേതാക്കൾ നല്ല അണികളില്ല, അണികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചന്ദ്രശേഖരന് ഉൾക്കൊള്ളാൻ കേരളത്തിൽ BJP ആണെങ്കിൽ ഇഷ്ടാവില്ല. കാരണം 50, 60, 70 വർഷമൊക്കെ പ്രവർത്തിച്ച ആൾക്കാരുടെ BJP. ഇന്നലെ ഞാൻ വാഴക്കുളം സ്കൂളിലെ പിന്നെ ഒരു പരിപാടി പങ്കെടുത്തപ്പോഴേ ഇതിൽ ഞാനൊരു പക്ക RS-കാരനും BJP-ക്കാരനാണ്. അത് അടിയന്തരാവസ്ഥ തല്ലുകൊണ്ട് കാലൊടിഞ്ഞ ആളാണ്. ഇന്നൊരു വാർഡ് മെമ്പറും ആയിട്ടില്ല. പക്ഷെ ഇത്രയും ഇന്ന് പുള്ളിക്ക് 17 വയസ്സുണ്ട്, എന്നേക്കാൾ തൊട്ട് താഴെയാണ്. അങ്ങനെ പതിനായിരക്കണക്കിന് BJP അനുഭാവികൾ കേരളത്തിലുണ്ട്. അവരെല്ലാം പരിഗണിക്കാതെ എവിടുന്നോ വന്ന കുറേ നേതാക്കൾ കുറേ കോടീശ്വരന്മാർക്കും അവസരം കൊടുക്കുന്നു എന്ന ശക്തവും വ്യക്തവുമായ ചില പരാതി BJPയുടെ അണികൾക്കിടയിലുണ്ടെന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ കൈകാര്യം ഞങ്ങളുടെ ഗ്രൂപ്പ് പറയണം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ മനഃശാസ്ത്ര വിദഗ്ധരുണ്ട്, തത്വജ്ഞാനികളുണ്ട്, ശാസ്ത്രീയ ചിന്തകരുണ്ട്,
കണക്ക് ശാസ്ത്രന്മാരുണ്ട്, എല്ലാം ഉള്ളൊരു വിങ്ങാണ് ഞങ്ങൾ. നിങ്ങളത് ഈസിയായിട്ട് കാണല്ലേ ഞങ്ങളെ. എന്നെ നിങ്ങൾ കണ്ടു, പക്ഷെ എൻ്റെ ഗ്രൂപ്പിനെ, ആ ഗ്രൂപ്പ് നിങ്ങൾ ഈസിയായിട്ട് കാണരുത്. അവർ വളരെ പ്രഗത്ഭരാണ്, വളരെ സമർത്ഥരാണ്. അവർ പറയുന്നത് കണക്കുകൾ ഉദ്ദേശിച്ചാണ്. കണക്ക് ഒരിക്കലും തെറ്റുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ട്, ചില സ്ഥലത്ത് ഇപ്പോൾ പകലുള്ളുണ്ട്, അത് സംശയം വരാം. പക്ഷേ കണക്ക് 4-3-7 നിങ്ങൾ ചൊവ്വയിൽ പോയാലും ചന്ദ്രനിൽ പോയാലും 4-3-7 തന്നെയാണ്, ഒരു മാറ്റമല്ല. ആ കണക്കാണ് ഞങ്ങൾ കാണിക്കുന്നത്, ഉദ്ധരിക്കുന്നത്. അത് തെറ്റില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, BJP ഒന്നും പെട്ടെന്നും അധികാരത്തിൽ കേരളത്തിൽ വരില്ല. അഥവാ അങ്ങനെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ കോൺഗ്രസ് BJP അനുഭാവികളായ കുറേ പേര് അങ്ങോട്ട് പോകും. കമ്മ്യൂണിസ്റ്റ് BJP അനുഭാവി പോകും. ബാക്കിയുള്ള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബഹുഭൂരിപക്ഷം ഉണ്ടാവും. ഇവരൊന്നും ആശ്രയിക്കാൻ അവർക്ക് ഈസിയായിട്ട് ഭരിക്കുക. അപ്പോഴും ഭരണം നിങ്ങൾക്ക് മന്ത്രിയാകാൻ പറ്റില്ല. വെറുതെ പോയി തല ഉണ്ടാക്കല്ലേ. അങ്ങനെയൊക്കെ ഒന്ന് സാധ്യത ഞങ്ങൾ പോകില്ലേ? ഞങ്ങൾക്ക് പോകാൻ പാടില്ല. ഞങ്ങൾ ചിന്തയില്ലാത്തവരാണോ? 1969 ഇന്ത്യയിലെ കേരളത്തിലെ കൊച്ചിയിലെ വിമാനത്താവളം എറണാകുളം ജില്ലയിൽ വടക്ക് കിഴക്കോട്ട് മാറുമെന്ന് പറഞ്ഞാണ് മൊയ്തീൻ ഷായി ഗ്രൂപ്പും. എത്ര വർഷം? 25 വർഷം കഴിഞ്ഞ് അവിടെ വിമാനം വന്ന്. ഇപ്പോൾ വിമാനത്താവളം വന്നിട്ട് 25 വർഷമായി. അതിൽ അങ്കമല ഒരു മെഗാ ബൈപ്പാസ് കൊണ്ട് 99 പറഞ്ഞാണ് 25 വർഷത്തിനകം അതിൻ്റെ തീരുമാനം ആയി ഭാഗ്യവാട്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ദീർഘമായി ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള മൊയ്തീൻ ഷായി മനുഷ്യരുടെ ഗ്രൂപ്പും. അത് ഞങ്ങൾ പറയാണ്, അടുത്ത ഭാവിയിലൊന്നും കേരളത്തിൽ BJP അധികാരത്തിൽ വരാൻ സാധ്യതയില്ല, ആരെന്തൊക്കെ ശ്രമിച്ചാലും. അപ്പോൾ നിങ്ങൾ ഓടി അങ്ങോട്ട് പോയിട്ട് മന്ത്രിയാകില്ല, MLA ആകാൻ സാധ്യത. പിന്നെ എന്തിനാണ് അവിടെ കിട്ടുന്നത്? പിന്നെ ദേശീയ ഭരണം ഉണ്ടെങ്കിൽ നക്കാപ്പിച്ച് എന്തെങ്കിലും സ്ഥാനമാനം കിട്ടും. അങ്ങനെ പോകുന്നു പോയിക്കോ. ഇന്നിപ്പോൾ പിന്നെ നമ്മുടെ ശശി തരൂർ പറഞ്ഞ് ഞാൻ ഒരു കാലത്തും ഒരിക്കലും BJPയിൽ പോകില്ലെന്ന്. അദ്ദേഹത്തെ അറിയാൻ അതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നോ ഒറ്റയും തെറ്റും നേതാക്കൾ BJPയിൽ പോയിക്കാൻ നിങ്ങൾ ആരും അല്ലാതെയാവും, ഒന്നും അല്ലാതെയാവും. അങ്ങനെ എന്തെങ്കിലും 25 വർഷത്തിനകം കേരളത്തിൽ BJP അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, അതൊരു ദൂര സാധ്യതകളുണ്ടെങ്കിൽ, അകലെയുള്ള സാധ്യതകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് BJPയിൽ പോകില്ലേ? ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ MLA കഴിക്കുമോ? അല്ലെങ്കിൽ ഭരണത്തെ ശീലിച്ചാൽ ഇഷ്ടപ്പെടുന്ന കുഴപ്പം? എന്തുകൊണ്ട് പോകുന്നില്ല? എത്രയോ പ്രോത്സാഹനങ്ങൾ, എത്ര ചിന്ത വരുന്നു, എത്ര അഭിപ്രായങ്ങൾ വരുന്നു. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല, കാരണം സാധ്യതയാണ്. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ സഖാക്കളെ, കോൺഗ്രസ്സുകാരെ നിങ്ങൾ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ മന്ത്രിയാകാം എന്ന് വിചാരിച്ചു പറഞ്ഞാൽ BJPയിൽ പോകണ്ട. പിന്നെ കേന്ദ്രത്തിൻ്റെ ഭരണമുള്ളതിലേക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമെങ്കിൽ നിങ്ങൾ പോയിക്ക് കുഴപ്പമില്ല. അതൊക്കെ ഒറ്റ തെറ്റിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഏറ്റവും വലിയ ആളാണ് മിടുക്കനായിരുന്നു നമ്മുടെ ഡോക്ടർ K. രാധാകൃഷ്ണൻ. അതേ ഡോക്ടർ നിസ്സാരക്കാരനില്ല, നിയമസഭയിൽപ്പെട്ടാണെങ്കിലും നിസ്സാരക്കാരനില്ല. വല്ലതുണ്ടോ BJP പോയിട്ട് പോലെ? ഇപ്പോൾ അവസാനം ABC ചാനലിൽ വോട്ടിട്ട് വന്ന് അഭിമുഖം അറ്റൻഡ് ചെയ്യാണ്. എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടും. പിന്നെ പുള്ളിക്ക് 22 ഫോൺ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല. ബാക്കി സ്ഥാനമാനങ്ങൾ എന്ത് അതിൽ അംഗീകരിക്കുന്നുണ്ട്. ആ BJPയിലെ കുറേ അനുഭാവികൾ അത് പിന്നോക്ക് ജാതിയായിട്ട് അവിടെ ഒന്നും സ്ഥാനം കിട്ടില്ല, അതറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആവശ്യമില്ല BJP ചാടി നാണം കേടണ്ട. ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി, മറ്റേ കുട്ടി, മറിച്ച കുട്ടിയൊക്കെ എന്താണ് ഇവിടെ സ്ഥാനം? അബ്ദുറഹ്മാൻ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു അന്ന്. 50 വർഷം മുമ്പ്, 70 മുമ്പ്, 27 50 വർഷം മുമ്പ് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ബസ് സ്റ്റോപ്പ് പോലും ഉണ്ടാക്കിയിട്ടില്ലോ. ആ അവസ്ഥയല്ലേ അബ്ദുള്ളക്കുട്ടി വരാൻ പോകുന്നത്? മരിക്കാതിരിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പോകരുത്. മാത്രമല്ല, കോൺഗ്രസ് UDF ഇപ്പോൾ എടുത്ത തീരുമാനം വളരെ ഉചിതമാണ്, വളരെ ദീർഘവീക്ഷണം കൂടിയാണ്, വളരെ എഫക്റ്റീവാണ്, സക്സസ്ഫുള്ളാണ്. അതുപോലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും പഞ്ചായത്ത് ഇലക്ഷനിലും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതുപോലെ ശക്തരായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം സുരക്ഷിതമാണ്, ശുഭം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.